ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा माह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितां तां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ സനാതന ശിക്ഷയിലെ അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അതായത് സംബന്ധജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി അഭിധേയത്തെക്കുറിച്ചാണ്. സംബന്ധജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ കൃഷ്ണനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കൃഷ്ണൻ ആരാണ്, നമ്മൾ ആരാണ്? കൃഷ്ണൻ സേവ്യ ഭഗവാൻ, നമ്മൾ സേവകന്മാരാണ് ഭഗവാന്റെ. എറ്റേണലി ഏത് രീതിയിലും എവിടെയും എപ്പോഴും സേവകന്മാരാണ് നമ്മൾ. നമുക്കൊരിക്കലും കൃഷ്ണനാവാൻ പറ്റില്ല. നമ്മൾ കൃഷ്ണന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. ക്വാളിറ്റേറ്റീവ്ലി സെയിം ആണ്, ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ആണ്. ഇത്രയുമാണ് സംബന്ധജ്ഞാനം നട്ഷെല്ലിൽ. അഭിധേയം എന്ന് പറഞ്ഞാൽ സംബന്ധജ്ഞാനം കിട്ടിയതിന് ശേഷം നമ്മൾ ദാസന്മാരും ഭഗവാൻ സേവ്യനാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഡിവോഷണൽ സർവീസ്. അതിനെക്കുറിച്ച് ചൈതന്യ മഹാപ്രഭു സംസാരിക്കാൻ തുടങ്ങിയാണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചൈതന്യ മഹാപ്രഭു പറയുന്നത് തന്നെ ഒരു മനുഷ്യ ജീവന്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഭക്തിയുത നിരന്തരമായിരിക്കും, ഭക്തിയുത സേവനത്തിൽ ഉന്മുഖമായിട്ടിരിക്കണം. അത് എല്ലാ സ്ക്രിപ്റ്റേഴ്സിന്റെയും, ഭാഗവതത്തിന്റെ ആയാലും പുരാണങ്ങൾ, ഏത് പുരാണത്തിന്റെയും ഏത് ശാസ്ത്രത്തിന്റെയും ഏത് വേദത്തിന്റെയും നെറ്റ് സമ്മറി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം കിട്ടിയിട്ടുണ്ടോ, അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതം കിട്ടിയിട്ടുണ്ടോ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭക്തിയുത സേവനത്തിന് നിരതമായിരിക്കണം. അല്ലാതെ അതിന് അഗൻസ്റ്റ് ആവാൻ പാടില്ല. അതല്ലാതെ ഒന്നും ചെയ്യാനും പാടില്ല. ഇതിനാണ് മനുഷ്യജീവനം തന്നേക്കുന്നത്. ഇതല്ലാതെ ഭക്തിയുത സേവനം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ പാപമായിട്ട് ഭവിക്കത്തേ ഉള്ളൂ. അത് കാരണമാണ് നമ്മൾ ഈ ജന്മ മരണ ചക്രത്തിൽ ഇരിക്കുന്നതിന്. നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്താണോ ഭക്തിയുത സേവനം അല്ലാതെ നമ്മൾ ചെയ്യുന്നത് അത് നമ്മളെ ബൈൻഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഉദാഹരണത്തിന് മാതാവ്, നമ്മുടെ എല്ലാം മാതാവ് എന്ന് പറയുന്നത് വേദമാണ്, വേദങ്ങളാണ്. വേദങ്ങൾ അല്ലെങ്കിൽ ശ്രുതിയിലെടുത്ത് ആരെയാണ് വർഷിപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണനാണ്, ഗോവിന്ദനാണ്, വേറെ ആരുമില്ല. ഇതേ തന്നെയാണ് ഉത്തരം തന്നെയാണ് ശ്രുതിശാസ്ത്രങ്ങളായാലും സ്മൃതിശാസ്ത്രങ്ങളായും സിസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, പുരാണങ്ങളെ ബ്രദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവരെല്ലാവരും തന്നെ അമ്മയുടെ പിന്തുടർന്ന് പറയുന്നത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. മുരയുടെ അരി അവൻ മാത്രമേ, അയാൾ മാത്രമേ ഉള്ളൂ ഭക്തനെ ഭജിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് മനസ്സിലാക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ഡിവോഷണൽ സർവീസ് ചെയ്യും. ഭഗവാനെ ഒന്നേ ഉള്ളെങ്കിലും ഭഗവാന്റെ പല പേഴ്സണൽ എക്സ്പാൻഷൻസ്, അംശങ്ങളും അതേപോലെ തന്നെ അംശത്തിന്റെ അംശമായിട്ടുള്ള കലയും എല്ലാം ഭഗവാന്റെ എനർജീസാണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ തന്നെ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ അംശങ്ങളുടെയും കലകളുടെയും ആശ്രയിച്ചാണ് സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡും നിലനിൽക്കുന്നത്. ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ, അതേപോലെ വൈകുണ്ഠത്തിലുള്ള അനന്തകോടി വൈകുണ്ഠ ലോകങ്ങളും, ഇവരെല്ലാം തന്നെ ഭഗവാന്റെ അംശത്തിനെയും കലകളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ചറിയാം ചതുർവ്യൂഹം, കൃഷ്ണ ചതുർവ്യൂഹവും നാരായണ ചതുർവ്യൂഹവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ പ്രദ്യുപ്നൻ, അനിരുദ്ധ, സംഘർഷണ, പ്രദ്യുപ്ന, അനിരുദ്ധ, വാസുദേവ, ഇവരെല്ലാം തന്നെ വൈകുണ്ഠത്തിന്റെ അധിഷ്ഠാത ദേവകളാണ്. അവരുടെ എക്സ്പാൻഷൻസ് ആണ് ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്നത്.
ഭഗവാന്റെ എനർജി നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തി, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ അന്തരംഗ ശക്തി വെച്ചാണ് ഭഗവാൻ സ്പിരിച്വൽ വേൾഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബഹിരംഗ ശക്തി വെച്ച് മെറ്റീരിയൽ വേൾഡും, തടസ്സ ശക്തി അത് ആക്ച്വലി ജീവനാണ്, ജീവികളാണ്, അല്ലെ ജീവന്മാരാണ്. ഈ ജീവികളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നിത്യമുക്തന്മാർ, വേറെന്ന് പറഞ്ഞാൽ നിത്യബദ്ധന്മാർ. നിത്യമുക്തന്മാരെന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്ത് ഒരിക്കലും വരാത്തത്, ആത്മീയ ലോകത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് മുക്തന്മാരെന്ന് പറയുന്നത്. ഓക്കെ, നിത്യമുക്തന്മാരെന്ന് പറയുന്നത്. ഇനി ഭൗതിക ലോകത്ത് വളരെയധികം നാളായിട്ട് കെട്ടുപടിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ നിത്യബദ്ധന്മാരെന്ന് പറയും. ജീവാത്മാക്കളുടെ അർത്ഥം അവർക്കൊരിക്കലും ഭൗതിക ലോകത്ത് നിന്ന് മെറ്റീരിയൽ വേൾഡിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നല്ല. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, അനന്തകോടി ടൈമായിട്ട്, ഒരു മിനിറ്റ്, അനന്തകോടി ടൈമായിട്ട് അവർ ഭൗതിക ലോകത്ത് കെട്ടുപണിഞ്ഞ് നടക്കുകയാണ്, ഈ ജനന മരണ ചക്രത്തിൽ. നമുക്കറിയാം, നമ്മുടെ തന്നെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ നമ്മുടെ കർമ്മത്തിന്റെ ചക്രത്തിന്റെ ബലഫലമായിട്ട് പല പല ജന്മങ്ങളിൽ, പല പല യോനികളിൽ, 84 ലക്ഷം യോനികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്നതെന്ന് ഒരിക്കലും നമുക്കറിയത്തില്ല, നമുക്ക് ഓർത്തെടുക്കാനും പറ്റത്തില്ല. അങ്ങനെ എന്നാണ് നമ്മൾ വന്നത് എന്ന് നമ്മൾ ബന്ധപ്പെട്ടതെന്ന് അറിയാത്തത് കൊണ്ട് അതിനെ, അങ്ങനെയുള്ള ജീവാത്മാക്കളെ നിത്യബദ്ധന്മാരെന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ മെസ്സഞ്ചേഴ്സായിട്ട്, ഭഗവാന്റെ മക്കളായിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ മെസ്സഞ്ചേഴ്സായിട്ട്, പ്രൊഫറ്റ്സായിട്ട് പല ആൾക്കാരെ അയക്കുന്നു. അവർ വന്നതിന് ശേഷം ഇവിടെയുള്ള നിത്യബദ്ധന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കൃഷ്ണന്റെ അവബോധം കൊടുക്കുകയും അവരെ തിരിച്ച് അവരുടെ ശരിക്കുള്ള ധാമമായിട്ട്, ശരിക്കുള്ള വീടായിട്ടുള്ള പരംധാമത്തിലോട്ട് വിടുകയും ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് അയക്കുന്ന ആൾക്കാർക്ക് അവർ ഭൗതിക ലോകത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ്. അവർ ബദ്ധന്മാരായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ഉദാഹരണത്തിന് പ്രഭുപാദർ ഇവിടെ ഭൗതിക ലോകത്ത് വന്നു. പ്രഭുപാദർ വന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. ഈ പ്രഭുപാദർ വന്നത് പ്രഭുപാദറിന്റെ കർമ്മം കാരണമല്ല വന്നത്. പ്രഭുപാദറിനെ ചൈതന്യ മഹാപ്രഭു വിട്ടേക്കുന്നതാണ് തൻ്റെ ധാമത്തിലോട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും ഈ ഭൗതിക ലോകത്തെ നിയമത്തിന് അനുസൃതമല്ല അവരുടെ ജീവിതം. ഇനി നിത്യമുക്തന്മാരെ നമുക്ക് പാർഷദന്മാരായിട്ട്, നിത്യസൂരികളായിട്ട് കൺസിഡർ ചെയ്യും. സൂരികൾ എന്ന് പറഞ്ഞാൽ അവര് ഒരിക്കലും, ഉദാഹരണത്തിന് നിത്യസൂരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവര് ഭൗതിക ലോകത്ത് വരാത്തവര്. അവരാണെങ്കിൽ അല്ല, നിത്യസൂര്യകൾ, പാർഷദന്മാർ, ഇങ്ങനെ രണ്ടുപേരുണ്ട്. അപ്പൊ നിത്യസൂര്യകളിലെ കൊണ്ട് കുറച്ച് ഭഗവാന്റെ സേവന്മാരാണ്. പാർഷദന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എപ്പോഴും അടുത്തുള്ള ആൾക്കാർ. അവരൊരിക്കലും ഭൗതിക ലോകത്ത് വരത്തില്ല. നിത്യസൂര്യകള് മുക്തന്മാരാണ്, പക്ഷെ അവര് ഭൗതിക ലോകത്ത് വന്ന് ജീവാത്മാക്കളെ രക്ഷിക്കാൻ സഹായിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ജീവാത്മാക്കളെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം പാർഷദന്മാരും നിത്യസൂര്യകൾ അല്ലെ? സൂര്യൻ, നിത്യസൂര്യൻ. നിത്യപാർഷന്മാർ എപ്പോഴും ഭഗവാന്റെ കൂടെ ഗോലോത്തമൻ തന്നെ ഇരിക്കും. അവരിങ്ങനെ ഇതിലേക്ക് വരത്തില്ല. ബാക്കി മറ്റേ സൂര്യകൾ ഇവർ മാത്രമാണ് ഭഗവാൻ ലീലയിലൂടെ പങ്കെടുക്കാനും തിരിച്ചതുപോലെ ധാമത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതെ. ഓക്കെ, നമ്മുടെ എന്താ പറയണ സമ്പ്രദായത്തില്
ഇത് ആക്ച്വലി നമ്മുടെ സ്ത്രീ സമ്പ്രദായത്തിൽ ആണ് ഈ നിത്യ സൂരീസിനെ കുറിച്ച് പറയുന്നത്. അവര് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബദ്ധ ജീവാത്മയുണ്ട്, മുക്ത ജീവാത്മയുണ്ട്, പിന്നെ ജീവൻ മുക്തയുണ്ട്, നിത്യസൂരീസ് ഉണ്ട്, പിന്നെ പാർഷദന്മാർ. ഇവര് പാർഷദന്മാരുടെ എക്സാമ്പിള് ശ്രീരാമാനുചാര്യർ പറയണത് ഗരുഡൻ, വിശ്വക്സേനൻ, ഇവരൊക്കെയാണ്. അവരൊരിക്കലും എന്താ പറയണ ഭൗതിക ലോകത്ത് വരത്തേയില്ല. ബദ്ധ ജീവാത്മ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചൈതന്യപ്രഭു പറഞ്ഞ പോലെ തന്നെ ഭൗതിക ലോകത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് ബദ്ധ ജീവാത്മ. അവരെപ്പോഴാണോ മുക്തരാകുന്നത് അപ്പൊ മുക്ത ജീവാത്മാവും. മുക്ത ജീവാത്മാ പിന്നെ ജീവൻ മുക്ത ജീവാത്മാവ് അവരാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഇതാണ് അവരുടെ സിദ്ധാന്തം. ഹരേ കൃഷ്ണ. ഇനി ഭൗതിക ലോകത്ത് ജീവിക്കുന്ന എന്താ പറയണേ, അല്ല സോറി, ആ ഭൗതിക ലോകത്തല്ല, ആത്മീയ ലോകത്ത് ജീവിക്കുന്ന നിത്യമുക്ത ആത്മാക്കളെക്കാൾ അവരുടെ ഓപ്പോസിറ്റ് ആണ് നിത്യബദ്ധ ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിത്യബദ്ധ ജീവാത്മാക്കള് ഭൗതിക ലോകത്ത് നിന്നിട്ട് അവരെപ്പോഴും അവർക്ക് ഒറ്റ കാര്യമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്. അവർക്ക് ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത് അവർക്ക് അലർജിയാണ്. ചാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല. നാമം ജപിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ എന്തും ചെയ്യും, നാമം മാത്രം ജപിക്കില്ല. അവര് ഭഗവാന് എന്തെങ്കിലും ഡിവോഷണൽ സർവീസ് ചെയ്യാൻ പറഞ്ഞാൽ 100 കൂട്ടം അവർക്ക് എക്സ്ക്യൂസസ് ഉണ്ട്. എൻ്റെ ശമ്പളം കിട്ടിയിട്ടില്ല, എനിക്ക് കൂടുതൽ പണി ചെയ്താലേ പറ്റൂ, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, ഞാനല്ലേ എൻ്റെ ഫാമിലിയെ നോക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, അവർക്ക് ഭക്തിയുത സേവനത്തിൽ നിന്ന് അവർ വിമുഖരായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭൗതിക ലോകത്തിന്റെ അധിഷ്ഠാതാവായ മായാദേവിയുടെ പീഡനങ്ങൾക്ക് ഇവർ ഇരയാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അല്ല, അതിനു മുമ്പ് മായാദേവി എങ്ങനെയാണ് ജീവാത്മാക്കളെ പീഡിപ്പിക്കുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എങ്ങനെയാണെന്ന്? പരീക്ഷണങ്ങൾ കൂടിയല്ലേ? എന്തോ ബ്രോ? പരീക്ഷണത്തിൽ കൂടിയാണ് നമ്മളെ. പരീക്ഷണത്തിലൂടെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരീക്ഷണം പറയണത് കർമ്മം അല്ല. ദുർഗയുടെ കയ്യിലിരിക്കുന്ന എന്താണ്? ശൂലത്തിന് എത്ര പോയിന്റ്സ് ഉണ്ട്? നമ്മളെ 3 തരം ക്ലേശങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതെന്തൊക്കെയാണ്? ആദിദേവ, ആദിഭൗതിക, ആദിഭൂത. 3. ആധ്യാത്മിക, ആദിദൈവം, ആദിഭൗതിക. അങ്ങനെ ഭൗതിക മിസറീസ്. ആധ്യാത്മിക ക്ലേശങ്ങളെ കുറിച്ച് എന്താണ് എക്സാമ്പിൾ? ആധ്യാത്മികം എന്ന് പറയുന്നത് നമ്മള് തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമുക്ക് ബുദ്ധിമുട്ടുകൾ, അതാണ് ആധ്യാത്മികം. അതിദൈവികം പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ഡെമിഗോഡ്സിന്റെ കൺട്രോളിൽ വരുന്നത്. അതിഭൗതികം മറ്റുള്ള ജീവാത്മാക്കളെ നമുക്ക് തരുന്നത്. ഇങ്ങനെ നമ്മുടെ ഈ ക്ലേശങ്ങൾക്ക് ബദ്ധരായിട്ട് മായാദേവിയുടെ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ അധീനതയിൽ നമ്മൾ കെട്ടുപടഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? ഭഗവാനിൽ നിന്ന് വിമുഖനായിട്ട്, ഭഗവത് സേവയിൽ നിന്നും വിമുഖനായിട്ട് നിൽക്കുന്ന ഈ ജീവാത്മാവ്. എന്നെല്ലാം ഈ ബദ്ധജീവാത്മാവ് കാമക്രോധ ലോപമോഹാദികളിൽ വശപ്പെട്ട് കാമത്തിന് അധിവേശനായിട്ട്, ദേഷ്യത്തിന് അധീനനായിട്ട് ഈ ഭൗതിക ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അത്രയും നാള് നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നാണ്. നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടത് കാമക്രോധ ലോപമോഹാദികളിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ശരിക്കുള്ള അച്ഛനായിട്ടുള്ള കൃഷ്ണന്റെ അടുത്ത് ഭക്തിയുത സേവനം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതാണ് ഒരു പുത്രന്റെ ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ പണക്കാരനായിട്ടുള്ള മകന്, പണക്കാരനായിട്ടുള്ള അച്ഛന്റെ മോന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അവൻ മര്യാദയ്ക്ക് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചു പോയാൽ അച്ഛന് ശേഷം ആ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം തന്നെ മകന് വന്നു ചെയ്യും. മകന് പ്രത്യേകിച്ചായിട്ട് എൻഡവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെയാണ് നമ്മുടെ ഭക്തിയുത സേവനത്തിന്റെ കാര്യം. ഏതൊരു വ്യക്തിയാണോ സ്വന്തം അച്ഛനായിട്ടുള്ള കൃഷ്ണനെ പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്നത്, അവന്റെ മരണശേഷം പുള്ളിക്കാരന് ആ വ്യക്തിക്ക് ഭഗവാന്റെ ധാമത്തിൽ എൻട്രൻസ് കിട്ടും. ഇങ്ങനെ ഉള്ള ഡിവോഷണൽ സർവീസിൽ സ്പർശിക്കാനെങ്കിലും അതിൻ്റെ അടുത്ത് നിൽക്കാനെങ്കിലും ഒരു അവസരം കിട്ടുന്ന ഒരു ജീവാത്മാവ് ഭാഗ്യവാനാണ്. എത്രത്തോളം ആ ഭക്തിയുത സേവനത്തിൽ അവന് ആറാടി കഴിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ആ വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തോട്ട് പോകാനുള്ള സൗഭാഗ്യം കിട്ടും. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭക്തിരസാമൃത സിന്ധുവിൽ രൂപഗോസ്വാമി പറയുന്നുണ്ട്. ആക്ച്വലി ഒരു പ്രാർത്ഥന രീതിയിലാണ്, എൻ്റെ കാമങ്ങൾക്ക് യാതൊരു ബൗണ്ടറിയും ഇല്ല. ഞാൻ എൻ്റെ കാമങ്ങൾക്കനുസരിച്ച് ഞാൻ കുറേ കാമങ്ങളെ ഞാൻ തീർത്തു, എന്നാലും ഒരു നിർദാക്ഷിണ്യം ഇല്ലാതെ വീണ്ടും വീണ്ടും പല പല രീതിയിലും പല പല ഡയമെൻഷൻസിലും കാമങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പക്ഷെ നിർഭാഗ്യവശാൽ ഭക്തിയുത സേവനത്തിൽ വന്നത് കൊണ്ട് എൻ്റെ മനസ്സ് ഉണർന്നിരിക്കുകയാണ്. ഇനി ഞാൻ ഈ കാമങ്ങളെല്ലാം കളഞ്ഞിട്ട് ഭക്തിയുത സേവനത്താൽ ഉദ്ധരിച്ചിരിക്കുന്ന എൻ്റെ ബുദ്ധി കാരണം ഞാനിപ്പോൾ എൻ്റെ കാമങ്ങളെ ഞാൻ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ സേവിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ അങ്ങയുടെ പാദപത്മത്തിൽ ആണ് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് അല്ലയോ മുരാരെ, അങ്ങ് എന്നെ അങ്ങയുടെ പാതാരവിന്ദത്തിൽ സേവയ്ക്ക് എന്നെ ഉപയോഗിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് രൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ പറയണത്. അത്രത്തോളം ഭക്തിയുത സേവനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുക. നമുക്ക് പല പല പ്രോസസ് ഉണ്ടെന്ന് പറയാം മോക്ഷത്തിന്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അഷ്ടാംഗയോഗം, ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാ പ്രോസസ്സിലും ഭക്തിയോഗം ഒഴിച്ച് ബാക്കി എല്ലാ പ്രോസസ്സും ഭക്തിയോഗത്തിൽ ആശ്രിതമാണ്. ഭക്തിയോഗം ഇല്ലാതെ വേറെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഭക്തിയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് പെർഫെക്ഷൻ കിട്ടും. കാരണം ഭക്തിയോഗത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഭക്തിയോഗം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഭഗവാനാണ് അത് ക്യാരി ചെയ്യുന്നത്, ഭഗവാനാണ് നിർത്തി കൊടുത്തിരുന്നത്. ഭഗവാനെ കുറിച്ചുള്ള അറിവ് പോലും ഭക്തിയോഗിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിൽ ഓർമ്മിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവത്തില് 1:5-12 നാരദ മുനിയിലെടുത്തുള്ള കോൺവെർസേഷനില് വ്യാസദേവൻ പറയുന്നുണ്ട്, ആക്ച്വലി ഭൗതിക ലോകത്തുള്ള ജ്ഞാനം എന്ന് പറയുന്നത് വളരെ വരണ്ടതാണ്. അത് ഭയങ്കര ഭൗതിക ലോകത്തിലുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണനെ കുറിച്ചല്ലാതെ ഉള്ള ജ്ഞാനം എല്ലാം തന്നെ അത് ഭയങ്കര സുന്ദരമായിട്ട് തോന്നും. പക്ഷെ അത് നമ്മൾ കിട്ടിക്കഴിയുമ്പം വരൾച്ചയാണ് തോന്നുന്നത്. അത് അങ്ങനെ ഇരിക്കെ, ജ്ഞാനം തന്നെ അങ്ങനെ ഇരിക്കെ ഭക്തിയുത സേവനം അല്ലാത്ത കർമ്മങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ചെയ്യുന്നത് ആദ്യമേ ബുദ്ധിമുട്ട്, പക്ഷെ അതിന് അവസാനം അതിൻ്റെ കർമ്മത്തിൽ ചെയ്ത് ഫേനം, ബസ്, ഒരു കാള വണ്ടി വലിച്ച് വയ്യാതായ അവസാനം അതിൽ നിന്ന് പത വരുന്നത് പോലെ പത വരും. എന്നാലും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഭക്തിയുത സേവനത്തിലോട്ട് നമുക്ക് ആകർഷതയില്ല. ഇത് ഭാഗവതത്തിൽ പറഞ്ഞത്. അതേപോലെ തന്നെ ഭാഗവത്തിലെ വേറൊരു വേഴ്സ് കോട്ട് ചെയ്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അതായത് ആരൊക്കെയാണോ തപസ് ചെയ്യുന്നത്, വ്രതം അനുഷ്ഠിക്കുന്നത്, ദാനം ധർമ്മങ്ങൾ, അവരെല്ലാം അവരുടെ പുണ്യ പ്രവർത്തനങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ തന്നെ ഭൗതിക ലോകത്തിലെ മെഡിറ്റേഷന്, അത് ഏകാഗ്രവചിത്തമായിട്ട് മനസ്സ് വയ്ക്കുകയും അതേപോലെ മെന്റൽ സ്പെക്കുലേഷന്, ഇതിനെല്ലാം ഈവൻ വേദമന്ത്രങ്ങൾ പോലും ഉച്ചരിക്കുന്നതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്.
ഇവരെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ഈ പുണ്യപ്രവർത്തികളെല്ലാം തന്നെ ഭക്തിക്ക് വിമുഖമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ യാതൊരു പ്രയോജനമില്ല. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഭക്തി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കൃഷ്ണൻ സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സ്പെക്കുലേറ്റീവ് നോളജ് വഴി, ജ്ഞാനമാർഗം വഴി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരിക്കലും ലിബറേഷൻ കിട്ടില്ല. എന്നാൽ ഒരു ഭക്തന് യാതൊരു ജ്ഞാനവും ഇല്ലെങ്കിലും ഭക്തന് തീർച്ചയായിട്ടും മോക്ഷം കിട്ടും. ഭഗവാൻ ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഭക്തിയുത സേവനം അല്ലാതെ വേറെ ഒരു വഴിയില്ല ഭഗവാനെ മനസ്സിലാക്കാൻ. ഏതൊരു വ്യക്തിയാണോ ഭക്തിയുത സേവനം മാറ്റിവെച്ചിട്ട് ജ്ഞാനയോഗം, കർമ്മയോഗം അല്ലെങ്കിൽ ആത്മാവിനെ മനസ്സിലാക്കാൻ നോക്കുകയും സാഖ്യയോഗത്തിലൂടെയും ഇതെല്ലാം ചെയ്യാൻ നോക്കുന്നത്, അതെല്ലാം തന്നെ ബുദ്ധിമുട്ടുള്ളതും പുണ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ പ്രവൃത്തിയെ ഭാഗവതം ഡിസ്ക്രൈബ് ചെയ്യുന്നത്, നമുക്ക് നെല്ല് പതിരും തിരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ നെല്ലിൻ്റെ നിന്നുള്ള സീഡ്, അരി മാറ്റിയതിനു ശേഷം വീണ്ടും ആ പതിരായിട്ടുള്ള നെല്ലിനെ വീണ്ടും വീണ്ടും അടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതേപോലെയാണ് ഭക്തിയുത സേവനം ഇല്ലാത്ത ബാക്കിയുള്ള ജ്ഞാനയോഗം, കർമ്മയോഗത്തെക്കുറിച്ച് ഭാഗവതം വർണ്ണിക്കുന്നത്. ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവഹി ഏഷമയി ഗുണമയി മമമായ ദുരത്തയ മാം ഏവ ഏ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതേ. അതായത് ഈ മായ എൻ്റെ ശക്തി തന്നെയാണ്. ഇത് 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതൊരു വ്യക്തിയാണോ എന്നെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുന്നത്, ആ വ്യക്തിക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് ഭഗവത്ഗീത തന്നെ കൃഷ്ണൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഒരു ജീവാത്മാവ് നമ്മുടെ വീട്ടിലൊരു പട്ടി വളർത്തുമ്പം അതിനെ ഒരു ചങ്ങല കെട്ടിയിട്ട്, കഴുത്തിലൊരു ചങ്ങല കെട്ടിയിട്ട് കൺട്രോൾ ചെയ്യും. അതേപോലെയാണ് ജീവാത്മാവിനെ മായ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ, ജീവാത്മാക്കള് നമ്മുടെ ഭക്തന്മാർ കഴുത്തിൽ ഇങ്ങനെ കെട്ടും, തുളസിമാല കെട്ടും. അതിനെ പറയുന്നത് തന്നെ, ഈ ഈ ഈ തുളസിമാലയുടെ ചങ്ങല കാണുമ്പോൾ മായയ്ക്ക് മനസ്സിലാവും ഇത് അനാഥ പട്ടി അല്ല, ഈ പട്ടിക്ക് ഒരു ഓണറുണ്ട്. നമുക്കറിയാവുന്നതാണ്, കേരളത്തിലായാലും മുനിസിപ്പൽ അതോറിറ്റീസ് അനാഥമാരായിട്ടുള്ള തെരുവ് പട്ടികളെ, ഇപ്പം പിന്നെ മേനകാന്തി വന്ന കാരണം പ്രശ്നമായി, പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് വെക്കുമായിരുന്നു. പക്ഷെ അതേപോലെ മായയാണ് അതേപോലെ ചെയ്യുന്നത്. ഏതൊക്കെ അനാഥ പട്ടികളുണ്ടോ, ആ പെട്ടി ഉണ്ടോന്ന്, അനാണോ അല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? പട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. അതേപോലുള്ള നമ്മുടെ പട്ടികളും നമ്മുടെ കഴുത്തിലുള്ള ബെൽറ്റുമാണ് ഈ തുളസിമാല. അത് കാണിക്കുന്നത് നമ്മുടെ അനാഥരല്ല, നാഥനുള്ളയാളാണ്. എപ്പോഴും അങ്ങനെ ഒരു നാഥനാവുന്നു നമുക്ക്. അങ്ങനെയുള്ള ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ അടുത്തോട്ട് പോകാനുള്ള വഴി തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ജീവാത്മാവ് ഭാഗ്യം കൊണ്ട് ഭക്തിയുത സേവനം തുടങ്ങുകയാണെങ്കിൽ ആദ്യമേ തന്നെ ആ ജീവാത്മാവിന് ഒരു നാഥൻ, അതായത് ഭൗതിക ലോകത്ത് ഒരു അച്ഛന്, ഗുരുവിനെ കിട്ടും. ആ ഗുരുവിനെ സേവിക്കുന്നത് വഴി, ഡയറക്റ്റായിട്ട് സേവിക്കുന്നത് വഴി ആ വ്യക്തിക്ക്, ആ ആത്മാവിന് ഭൗതിക ലോകത്ത് നിന്നും രക്ഷപ്പെടാനുള്ള അവസരവും കൃഷ്ണന്റെ പാതാരവിന്ദത്തിൽ അഭയം തേടാനുള്ള അവസരവും കിട്ടുന്നു. ഇതാണ് ഒരു ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ ഗുരുവിന്റെ പാത പിന്തുടർന്ന് വർണ്ണാശ്രമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും നമ്മൾ അതനുസരിച്ച് ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും വൈശ്യനായിട്ടും ശൂദ്രനായിട്ടും അല്ലെങ്കിൽ ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി, ഇങ്ങനെയുള്ള വഴിയിൽ എന്താണോ ഗുരു പറയുന്നത് അതനുസരിച്ച് ചെയ്യുന്നയാൾക്ക് ഭഗവാന്റെ അടുത്തെത്താൻ പറ്റും. എന്നാൽ
റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഡർ ഇല്ലാതെ, ഗുരു ഇല്ലാതെ ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ഭൗതിക ലോകത്ത് കുഴിയിൽ പതിക്കത്തേ ഉള്ളൂ. കാരണം നമ്മളെല്ലാം ഓൾറെഡി ഭൗതിക ലോകത്ത് ഒരു കുഴിയായിട്ട് അന്ധകൂപത്തിൽ കിടക്കുകയാണ്. അവിടെ ടോർച്ചടിച്ച് നമുക്ക് വഴി തെളിയിച്ചു തരുന്നത് ഗുരുവാണ്. ഗുരു ഇല്ലാതെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വാനപ്രസ്ഥം എന്ന് പറയുന്നത് വാനപ്രസ്ഥം അല്ല, വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് വേണ്ടി സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ഇനി ചിലരുണ്ട് മായാവാദി സ്കൂളിലുള്ള ആൾക്കാർ, അവര് സന്യാസം സ്വീകരിക്കുമ്പോൾ തന്നെ അവർ പറയണത് പരസ്പരം നാരായണ എന്നാണ് വിളിക്കുന്നത്. കാരണം അവരുടെ വിചാരം സന്യാസം സ്വീകരിക്കുന്നതോടുകൂടി തന്നെ അവർ മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുന്നുണ്ട് അവരുടെ ബുദ്ധി ശരിയായിട്ട് ക്ലീൻ ആയിട്ടില്ല, ബ്രെയിൻ വാഷ് നടന്നിട്ടില്ല, ഇന്റലിജൻസ് അതുകൊണ്ട് ക്ലിയർ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല. എന്നാൽ ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഭാഗവത ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, അല്ലയോ കൃഷ്ണ, അങ്ങേ ചിന്തിച്ച് ഈ ഭൗതിക ലോകത്ത് നിന്നും രക്ഷപ്പെട്ട്, എന്നാൽ അങ്ങേ അടുത്ത് ഭക്തിയുത സേവനം ചെയ്യാത്ത ആൾക്കാർ, അവർ ആക്ച്വലി ഇംപ്യൂർ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്. അവർ ചിലപ്പം ഭയങ്കര കഠിനമായിട്ടുള്ള വ്രതങ്ങള്, തപസ്, ദാനം ഇതെല്ലാം ചെയ്യും. എന്നിട്ട് അവര് സ്പിരിച്വൽ ഗുരുവിന്റെ പൊസിഷനിൽ ഒഴിയുകയും അവരെന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരം വരെ നേടാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. എന്നാലും ബ്രഹ്മസാക്ഷാത്കാരം വരെ എത്തി ഒരു റേ ആയിട്ട് ബ്രഹ്മജ്യോതിസിൽ നിന്നാൽ പോലും അവർ വീണ്ടും താഴെ വീഴും. കാരണം എന്താ? അവർ അങ്ങയുടെ അടുത്തുള്ള ഭക്തി എന്നുള്ള, അല്ലെങ്കിൽ അങ്ങയുടെ പാദപങ്കജത്തിലുള്ള സേവ മനോഭാവം അവർക്കില്ലാത്തതാണ്. ചൈതന്യ കൃഷ്ണനെ ഭാഗവതം പറഞ്ഞ പോലെ ഒരു സൂര്യനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. മായ എന്ന് പറയുന്നത് അന്ധകാരമായിട്ട്. കൃഷ്ണൻ എവിടെ ഉദിക്കുന്നു അപ്പോൾ മായ ഇല്ലാതാവും. കാരണം സൂര്യനുള്ള സമയത്ത് അന്ധകാരം ഒരിക്കലും നിൽക്കില്ല. അതേപോലെയാണ് ഏതൊരുവൻ കൃഷ്ണാബോധത്തിൽ കയറുന്നുണ്ടോ ആ നിമിഷം തന്നെ ഭൗതിക മായയുടെ അന്ധകാരം ഇല്ലാതാവുന്നു. ഈ ഭഗവാന്റെ ബഹിരംഗ ശക്തി മായ എന്ന് പറയുന്നത് ആക്ച്വലി ഭാഗവതം അനുസരിച്ച് തന്നെ വളരെ, മായയ്ക്ക് തൻ്റെ മാസ്റ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റില്ല, നഗ്നയായി പോകും. അതുകൊണ്ട് തന്നെ വളരെ ലജ്ജയാണ്. എന്നാൽ ഇതേ മായ ഭഗവാനിൽ ആശ്രയിക്കാത്ത ആൾക്കാരുടെ ഫ്രണ്ടിൽ രൗദ്രഭാവത്തിലാണ് അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മള് ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ശക്തി, ആ ശക്തിയുടെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കിയ നമ്മളത് ഉപയോഗിക്കുകയല്ലേ ചെയ്യേണ്ടത്. നമ്മളെപ്പോലുള്ള കുറച്ച് മണ്ടന്മാർക്ക് എത്ര പേര് എങ്ങനെയെല്ലാം പറഞ്ഞാലും വീണ്ടും നമ്മൾ പറയുന്നത് എന്താണ്? ഇതെല്ലാം അറിയാമെങ്കിലും നമ്മൾ പറയും നമുക്ക് ഭക്തിയുത സേവനത്തിന് മാത്രം ടൈമില്ല. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കുന്നതിലാണ് ധൃതി. അങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ പേരൻസ്, നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ മനുഷ്യവംശം, ഇങ്ങനെയുള്ള ചിന്തകളിൽ നമ്മുടെ അതിൽ മുഴുകി കെട്ടുപെട്ട് കിടക്കാനുള്ള നിർഭാഗ്യമാണ് നമുക്കുള്ളത്. അതിനെല്ലാം കാരണം നമ്മൾ ആരുടേതാണ്, നമ്മുടെ സംബന്ധം ജ്ഞാനം നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, നമ്മൾ ആരാണ് എന്നുള്ള വിവരം നമുക്കില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഭഗവാനാണെങ്കിൽ സകൃദേവ പ്രപന്നോയ തവ അസ്മിൻ ഇതീജയാചതേ അഭയം സർവദാ തസ്മൈ ദദാമി ഏതദ് വ്രതം മമ എന്ന് ശ്രീരാമൻ ഹനുമാന്റെ അടുത്തും സുഗ്രീവന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയാണോ ഒരു ദിവസം, ഇന്ന ദിവസം തൊട്ട് ഞാൻ അങ്ങയുടേതാണ്, എനിക്ക് എന്നെ രക്ഷിക്കണം എന്ന് ഭഗവാന്റെ എൻ്റെ അടുത്ത് പറയുന്നത്, ആ വ്യക്തി ആ സമയം മുതൽ
ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. യാതൊരു വിധ ദുർഗതിയും ആ ആത്മാവിന് വരില്ല. ഇത് ശരണാഗതിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വേഴ്സാണ്. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് പറയുകയാണ്. എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആലോചിക്കുക. ഇനി ജീവാത്മാവിന്റെ പതനത്തിന് കാരണം എന്താണ്? അസോസിയേഷനാണ്, ബാഡ് അസോസിയേഷൻ. ഈ ബാഡ് അസോസിയേഷൻ കാരണം ഭൗതിക ലോകത്തിലെ ഭൗതിക ആസക്തിയിൽ പുതിയ കാറ്, പുതിയ വീട്, പുതിയ സ്ഥലം, രാജകീയമായിട്ടുള്ള ഐശ്വര്യങ്ങൾ, ഇങ്ങനെയുള്ള ഐശ്വര്യത്തിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത് കാരണം, അല്ലെങ്കിൽ ബ്രഹ്മവാദികളായിട്ട് ഭഗവാന്റെ ഇംപേഴ്സണൽ ഫീച്ചറിൽ രമിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ യോഗ വഴികൾ, യോഗ സിദ്ധികളിൽ രമിക്കുന്ന ആൾക്കാരുമായിട്ട് ഇടപെടുന്നത് കൊണ്ടും ഒരു വ്യക്തിയുടെ ബുദ്ധി ഭ്രഷ്ടമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പേഴ്സണൽ ശ്യാമസുന്ദരമായിട്ടുള്ള രൂപത്തെ അവർ പരിത്യജിച്ചിട്ട് അവര് ഭക്തിയുത സേവനത്തിന് വിമുഖരായിട്ടിരിക്കുന്നു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഭാഗവതത്തിലെ അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം പരം എന്നുള്ള വേഴ്സ് കോട്ട് ചെയ്തിട്ട് പറയുന്നത്, ഏതൊരു വ്യക്തിക്കും കൃഷ്ണനെ ആശ്രയിക്കാൻ പറ്റും. അകാമ, കാമ ഇല്ലാത്തയാൾ. സർവകാമ, എല്ലാ കാമങ്ങളുള്ളയാൾ. മോക്ഷകാമ, ഇങ്ങനെയുള്ള മോക്ഷത്തെ കാമിക്കുന്നയാൾക്ക്, ഏതൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധി, ഉദാരധീ ഉള്ളയാളാണെങ്കിൽ ഭക്തിയോഗേന വഴി, തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം, അല്ല കൃഷ്ണനെ വർഷിപ്പിക്കും. ഈ 3 കാലാവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിലും ഉദാരധീ ഉള്ള ആൾക്കാർക്ക് മാത്രമേ വർഷിപ്പിക്കാൻ പറ്റൂ. അതാണ് അവിടുത്തെ പ്രശ്നം. നമ്മളെ പോലെ മണ്ടന്മാർക്ക് പിന്നെയും നമ്മൾ ഇവിടെ വെട്ടുകെട്ട് കിടക്കും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഗുരുവിന്റെ ആശ്രയം, ഗുരുവിന്റെ പത്നത്തിലുള്ള സേവയും, കാരണം കൃഷ്ണനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ കൃഷ്ണനെ സേവ ചെയ്യാൻ പറഞ്ഞാൽ, എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റത്തില്ല, വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരിതുണ്ട്. എന്നാൽ ഗുരുവിനെ നമുക്ക് കാണാൻ പറ്റും, ഗുരുവിനെ സ്പർശിക്കാൻ പറ്റും, ഗുരുവിനെ നമുക്ക് സംസാരിക്കാൻ പറ്റും, ഇടപെടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഗുരുവിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഭക്തിയുത സേവനം പഠിച്ച് ഒടുവിൽ കൃഷ്ണന്റെ അടുത്തോട്ട് പോകുക. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ദീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യജന്മം, അടുത്ത ജന്മം മനുഷ്യജന്മം ആക്കണമെങ്കിൽ, റിസർവ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പം വഴി ഒരു ഗുരുവിൻ്റെയും ദീക്ഷ എടുക്കുകയാണ്. ഒരു വൈഷ്ണവനായിട്ടുള്ള ഗുരുവിൻ്റെയും ദീക്ഷ എടുക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അടുത്ത ജന്മത്തെ ഒരു മനുഷ്യജന്മനായിട്ട് ജന്മത്തിൽ കിട്ടും. കാരണം ഈ ജന്മത്ത് സക്സസ് ആയിട്ടില്ലെങ്കിലും അടുത്ത ജന്മത്ത് ഭഗവാൻ മെർസിഫുള്ളി അലൗ ചെയ്യും. കാരണം ഒരു വൈഷ്ണവനെ ഗുരുവായിട്ട് സ്വീകരിക്കുകയും ഭക്തിയുത സേവനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഭൗതികതയിൽ മുഴുകിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ബ്രഹ്മൻ ജ്യോതിസിൽ മുഴുകിയിരിക്കുന്നതാണ്, അങ്ങനെ മുഴുകാൻ ശ്രമിക്കുന്നയാൾ, ഇങ്ങനെയുള്ള 2 പേരും ആരെങ്കിലും ഏതെങ്കിലും ഭാഗ്യവശാൽ ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ കൃഷ്ണന്റെ ലോട്ടസ് ഫീറ്റില് ഷെൽട്ടർ കൊടുക്കും ഭഗവാൻ, ചോദിക്കാതെ തന്നെ. കാരണം ഭഗവാൻ കൃഷ്ണന് നമ്മൾ ഭൗതിക ലോകം വിട്ട് ആത്മീയലോകത്ത് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, നമുക്കില്ലെങ്കിൽ. ഇത്രയ്ക്ക് മേഴ്സിഫുൾ ആണ് ഭഗവാൻ. ഭഗവാന്റെ അടുത്ത് ആരെങ്കിലും ചെന്നിട്ട് എനിക്ക് ഭക്തിയുത സേവനം വേണം, അതേപോലെ അല്ലെങ്കിൽ അതേ സമയത്ത് ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളും വേണം എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കൃഷ്ണ ആക്ച്വലി ആ വ്യക്തി വളരെ മഠയനാണ്. അദ്ദേഹത്തെ ചൈതന്യ പ്രഭു പറയുന്നത് അമൃതം കയ്യിൽ വെച്ചോണ്ട് വിഷം എടുത്ത് കഴിക്കുന്ന പോലെയാണ്. അമൃതത്തെ കളഞ്ഞിട്ട് വിഷം കഴിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക. അമൃതം കയ്യിലിരിക്കുകയാണ്, പക്ഷെ അമൃതം വേണ്ട, വിഷമാണ് സ്വീകരിക്കുന്നത്. വിഷം സ്വീകരിച്ചാൽ എന്ത് പറ്റും? മരിച്ചു പോകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമൃതം സ്വീകരിക്കാനും പറ്റത്തില്ല. ഇത് ഇത്രയും മണ്ടനാണ് നമ്മളെല്ലാവരും എന്നാണ് പറയുന്നത്.
ഏതൊരു വ്യക്തിക്കാണോ ബുദ്ധി ഉദിക്കുന്നത് ആ വ്യക്തി ഫസ്റ്റ് ചെയ്യേണ്ടത് ഭൗതികമായിട്ടുള്ള പ്രോഗ്രസ് നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഏതൊരു വ്യക്തിയാണോ എൻ്റെ ആശ്രയത്തിൽ വരുന്നത് ആ വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള ആസക്തി ഞാൻ ഇല്ലാതാക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എൻ്റെ പാദപത്നത്തിന്റെ രുചി അവനെ കൊണ്ട് മനസ്സിലാപ്പിക്കുകയും ഈ ഡ്രൈ ആയിട്ടുള്ള ഭൗതിക ലോകത്തിന്റെ ആസക്തി അല്ലെങ്കിൽ ഭൗതികാസക്തി ഇല്ലാതാക്കുകയും കൃഷ്ണൻ ചെയ്യും എന്ന് ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന പോലെ ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ അടുത്ത് ഓക്കെ എൻ്റെ കാമങ്ങളൊന്ന് തീർത്തു തരണേ എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന പ്രാർത്ഥന തീർച്ചയായിട്ടും കൃഷ്ണൻ കൈക്കൊള്ളും. പക്ഷേ കൃഷ്ണൻ ആ ഭക്തന്റെ ഒരാഗ്രഹവും കേൾക്കില്ല. എങ്ങനെയുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പൊ എനിക്ക് ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ട്, അത് ഞാൻ ചോദിച്ചു, അത് സാധിച്ച് തന്നാൽ ഇനി ഞാൻ ഒരു 10 ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വരും, കൃഷ്ണന്റെ ഫ്രണ്ടിൽ വരും, അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ അത് കൃഷ്ണൻ ഒരിക്കലും സ്വീകരിക്കില്ല. കാരണം അങ്ങനെയുള്ള വ്യക്തിയെ കൃഷ്ണൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഇവൻ മഠയനാണ്, ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്, ഇത് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും 10 ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വരും, ഇത് വെറും മഠയനാണ്, ഇതിനൊരു എൻഡും ഇല്ല. പക്ഷെ ഞാൻ മഠയനല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ അങ്ങനെയുള്ള ഒരു ജീവാത്മാവിനെ നിർബന്ധപൂർവം തൻ്റെ പാദപത്നത്തിലുള്ള സേവയിൽ നിരതനാക്കുന്നു. അങ്ങനെ ശരണം പ്രാപിക്കുന്നതോടുകൂടി ആ ജീവാത്മാവ് തൻ്റെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ മറന്നുപോകും, വിസ്മരിച്ചു പോകും, ഭൗതികമായിട്ടുള്ള ആസക്തികളിൽ നിന്നും മുക്തനാകുന്നു. അത് ഭഗവാൻ ചെയ്തു കൊടുക്കുന്ന ഒരു കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ആകൃഷ്ടനായിട്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും നിയന്ത്രിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള വ്യക്തിക്ക് തൻ്റെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം കുറയുന്നതായിട്ട് ഭക്തിയുത സേവനത്തിലുള്ള തൻ്റെ വാഞ്ച കൂടുന്നതായിട്ടും സ്വയം ഫീൽ ചെയ്യും. അത് നമുക്ക് പല പല ഡിവോട്ടീസിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തുടക്കത്തിലൊക്കെ വളരെയധികം എന്താ പറയാ ഭൗതികതയിൽ മുഴുകിയിരുന്ന ആൾക്കാർ ഇന്ന് സന്യാസ വേഷത്തിൽ മറ്റുള്ള ഭക്തന്മാർക്ക് ദീക്ഷ കൊടുക്കുന്ന ലെവലിൽ വരെ പൊങ്ങിയിരിക്കുന്നു. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഗുരുവിന്റെ കൃപയും ഭക്തിയുത സേവനവും. അതേപോലെ നമ്മളും അത് കോപ്പി അടിക്കുക എന്ന് വെച്ചാൽ പാത പിന്തുടരുകയാണെങ്കിൽ, കോപ്പിടിയല്ല പാത പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതേപോലെ എന്താ പറയാ നിർഭരശരണമാകാൻ പറ്റും. അതായത് നമ്മുടെ മനസ്സിലുള്ള കൽമശങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിൽ പോകാൻ പറ്റും. ഉദാഹരണത്തിന് ധ്രുവ മഹാരാജാവിനെ ഭഗവാൻ ബ്ലസ് ചെയ്ത സമയത്ത്, ഞാന് ഇവിടെ വന്നേക്കുന്നത് ബ്രഹ്മദേവനെക്കാട്ടിലും ഉയർന്ന ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ കഠിനമായിട്ടുള്ള തപസ്സും വ്രതവും ഒക്കെ അനുഷ്ഠിച്ചു. ഇപ്പോ എനിക്ക് അങ്ങേ കിട്ടാന് ഈവൻ ഡെമിഗോഡ്സിന്, ദേവതമാർക്കും അല്ലെങ്കിൽ സന്യാസിവര്യന്മാർക്കും അല്ലെങ്കിൽ തപസ് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ അപ്രാപ്യമായിട്ടുള്ള അങ്ങേ എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് പീസസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ വന്നേക്കുന്നത് ഒരു മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ജുവലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഇപ്പോൾ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. ബ്രഹ്മപദമോ നേരത്തെ ഞാൻ അങ്ങേ അന്വേഷിച്ച് വന്നതിൻ്റെ യാതൊരു താല്പര്യവും ആഗ്രഹവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങേ അടുത്ത് നിന്നും യാതൊരു അനുഗ്രഹവും വേണ്ട, വരവും വേണ്ട എന്നാണ് ധ്രുവ മഹാരാജ പറഞ്ഞത്. ഏത് വ്യക്തിയാണോ ഫസ്റ്റ് ഭഗവാന്റെ അടുത്ത് പോകുന്നത് ഭൗതിക ആഗ്രഹത്തിന്, എന്നാൽ കൃഷ്ണനെ കണ്ടപ്പോഴത്തേക്ക് ഭൗതിക ആഗ്രഹങ്ങളെല്ലാം വെറും വരണ്ടതായിട്ട് ധ്രുവ മഹാരാജന് തോന്നി. ഇത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകം പറഞ്ഞു. ഇത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്.
സംസാര ഭ്രമിതേ കോന ഭാഗ്യ കിഹേ താരേ നദീര പ്രവഹേ യേന കഷ്ടലാഗേ തീരെ. അതായത് സംസാരത്തെ പല തവണ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 84 ലക്ഷം സ്പീഷീസിൽ പല തവണ മേളിലും താഴെയും പോയി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവൻ ഏതെങ്കിലും ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഭൗതികമതയിൽ വിരക്തരായിട്ടും ആത്മീയതയിൽ ആകൃഷ്ടരായിട്ടുള്ള ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗത്തിൽ വരുന്നത്. അങ്ങനെ വരുന്ന ജീവാത്മാക്കള് ഈ അജ്ഞാനമാകുന്ന സാഗരത്തിന്റെ തീരത്തിൽ അവരുടെ ശക്തിയാൽ എത്തുന്നു. അതായത് അവരുടെ എന്ന് പറഞ്ഞാൽ ആ ഭക്തന്മാരുടെ ശക്തിയാൽ ഈ അജ്ഞാനത്തിന്റെ സമുദ്രത്തെ തരണം ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നു. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി പറയുക, ഓക്കെ, ഞാൻ ഇത്രയും പതീതനാണ്, എനിക്ക് കൃഷ്ണനെ കാണാൻ ഒരിക്കലും ഒരു അവസരവും കിട്ടില്ല, ഇങ്ങനെ പറയുന്ന വ്യക്തി ആക്ച്വലി ബുദ്ധിയല്ല പറയുന്നത്. കാരണം ഞാൻ താഴെ വീണെങ്കിലും ഞാൻ എപ്പോഴും ഭഗവാന്റെ ഒരു അംശവും, ഭഗവാൻ എൻ്റെ അടുത്ത് എപ്പോഴും പ്രിയപ്പെട്ടവനാണ്. ഞാൻ ഭഗവാന്റെയും ഭഗവാൻ എന്റെയും പ്രിയപ്പെട്ടവൻ തന്നെയാണ് ഏത് സിറ്റുവേഷനിലായാലും. ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് ഒഴിച്ചു പോവുകയാണെങ്കിൽ എവിടെയും ആ സമയത്തിന്റെ അനുസരിച്ച് പുള്ളിക്കാരൻ തീരത്ത് കുറച്ച് നീന്തൽ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് തടി പിടിച്ച് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ കരയിലേക്ക് അടിയും. കുറച്ച് ദൂരെയാണെന്നേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കും തിരിച്ചു വരാൻ, അത്രേ ഉള്ളൂ. ഇതേപോലെയാണ് ജീവാത്മാക്കളുടെ കാര്യം. നിത്യബദ്ധന്മാരാണെന്ന് പറയുന്നെങ്കിലും സൂര്യകൾ വന്നിട്ട് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ആ ഒരു എന്താ പറയണേ, ആകാംക്ഷയും ആ സൂര്യകൾ വന്ന് നമ്മുടെ അടുത്ത് ഭക്തന്മാർ വന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു മൂമെന്റിനെ രണ്ട് കൈ കൊണ്ടും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാധുസംഗേ തവേ കൃഷ്ണരതി ഉപജായ, അതായത് സാധുസംഗത്തിന്റെ വഴി നമുക്ക് കൃഷ്ണന്റെ അടുത്തുള്ള രതി നമുക്ക് ജനിക്കും. അങ്ങനെ ജനിക്കുമ്പോൾ നമുക്ക് ഈ അജ്ഞാനമാവുന്ന അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ പറയുന്ന പോയിന്റ്, കൃഷ്ണനാണെങ്കിൽ രണ്ട് രീതിയിലാണ് ഡിവോട്ടീസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അകത്ത് നിന്നും, ശരീരത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ചൈത്യ ഗുരുവായിട്ടിരുന്നിട്ട് പുള്ളി ഒരു ജീവാത്മാവിനെ ഗുരുവിന്റെ അടുത്തോട്ട് എത്തിക്കും. വെളിയില് ഗുരുവായിട്ട്, എക്സ്റ്റേണലി ഗുരുവായിട്ട്, ശിക്ഷാഗുരുവിന്റെ രൂപത്തിൽ ജീവാത്മാവിനെ ഭക്തിയുത സേവനത്തിലോട്ട് കൊണ്ടുവരും. ഇങ്ങനെ സൂപ്പർ സോളായിട്ട് അകത്തും പരമാത്മാവായിട്ട് അകത്തും ആത്മീയ ഗുരുവായിട്ട് വെളിയിൽ നിന്നും ഗൈഡ് ചെയ്ത് ജീവാത്മാവിനെ തന്റെ ധാമത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഭഗവാന്റെ ജോലി. ഭഗവാൻ കാരണദശ വിഷ്ണുവായിട്ടും ഗർഭോദശ വിഷ്ണുവായിട്ടും ക്ഷീരസാഗരത്തിലും ശയിക്കുന്നുമ്പം ആലോചിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഓരോ അനന്തകോടി ജീവാത്മാക്കളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കും. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ആഗ്രഹം ഭഗവാന്റെ ധാമത്തിൽ എത്തുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ അതിനെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇത് ഉദ്ധവൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. അത് കൃഷ്ണന്റെ അടുത്ത് തന്നെ, കൃഷ്ണൻ ഇത്രയും ഉദ്ധവഗീത എല്ലാം പറഞ്ഞതിന് ശേഷം തിരിച്ചു ഉദ്ധവൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ സേവിക്കുന്നില്ലെങ്കിൽ നമ്മളെപ്പോലെ എന്താ പറയാ നിർഭാഗ്യവന്മാരായിട്ട് ആരുമില്ല. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സാധുസംഘമാണ്. സാധുസംഘം ഇപ്പൊ നമ്മള് ഈ രാവിലെ ഓൺലൈനായിട്ട് ചെയ്യുന്നതും സാധുസംഘം തന്നെയാണ്. ഈ സാധുസംഘം വഴി നമ്മൾ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരിക്കും നമ്മൾ ഇത് കേൾക്കുന്ന ഡിസ്കഷൻ ചെയ്യുന്നത്. രാവിലെ മാതാജീസ് പല അടുക്കളയിലെ ജോലി ചെയ്തുകൊണ്ടായിരിക്കും കേൾക്കുന്നത്. എങ്ങനെയായാലും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത് ഭഗവാന്റെ വാസുദേവ കഥ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണാവബോധം ഉണരും. ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്
വെളിയിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല, ഫോറിനായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവാത്മാവിനെ അറിയാത്ത ഒരു കാര്യമല്ല, പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. മറന്നു കിടക്കുകയാണ്, സിംപിളി മറന്നു കിടക്കുകയാണ്. നമ്മൾ LKG അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം ചിലപ്പം നമ്മൾ മറന്നുപോയി കാണും. എന്നാൽ അത് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. കാരണം എന്താ, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അതേപോലെ നമ്മുടെ ജീവാത്മാവാകുന്ന നമ്മൾ, കൃഷ്ണാവബോധം എന്ന് പറയുന്നത് സ്വരൂപമാണ്, അതിൻ്റെ അകത്ത് ഇൻഗ്രെയിനാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ മുഴുകി, ഭൗതികതയിൽ മുഴുകി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റേത് വിസ്മരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ സാധുസംഘത്തിൽ വന്ന് മറ്റുള്ള സാധുക്കളും മറ്റുള്ള ഭക്തന്മാരുമായിട്ട് ഇടപഴകുന്നത്, ആ സമയത്ത് നമ്മളിൽ ആ വിസ്മൃതമായിട്ടിരിക്കുന്ന കൃഷ്ണാവബോധം ജാഗരൂകമാകും. നമുക്ക് അറിയാം, രാമായണത്തിലെ ഹനുമാനും ഇതേപോലെയായിരുന്നു. ശക്തി ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ജാംബവാൻ അത് ഓർമ്മിപ്പിച്ചു കൊടുത്തപ്പം ഹനുമാൻ ആ സമയത്ത് പോയി ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് ശക്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി ആഹാരം കഴിച്ചിട്ട് ശക്തി വർദ്ധിപ്പിക്കുകയോ എക്സസൈസ് ചെയ്ത് ഉണ്ടാക്കുകയോ അല്ല ചെയ്തത്. ജാംബവാൻ ആ വിസ്മൃതപ്പെട്ടിരുന്ന ശക്തി ഓർമ്മിപ്പിച്ചു കൊടുത്തപ്പം ഉടൻ തന്നെ ഹനുമാന്റെ ഉള്ളിൽ ആ ശക്തി ഉണ്ടെന്ന് ഹനുമാനും ബോധ്യമായി. അത്രയേ ഉള്ളൂ. ഉടനെ തന്നെ വലുതായി ലങ്കേപുരിയിലോട്ട് ചാടുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ജീവാത്മാവിന് ജാംബവാനാകുന്ന അല്ലെങ്കിൽ ഗുരുവിനെ നിന്നും അല്ലെങ്കിൽ സാധു സംഘത്തിൽ നിന്നും കിട്ടുന്ന സ്മരണ, അല്ലെങ്കിൽ താൻ വിസ്മരിച്ച് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്മരിപ്പിക്കുമ്പോൾ ആ സ്മരണ ഉണരുമ്പോൾ തന്നെ ജീവാത്മാവിന് ഹനുമാനെ പോലെ ലങ്കയിലോട്ട്, അതായത് ഭഗവത് ലങ്ക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് ഇപ്പം സ്പിരിച്വൽ വേൾഡ് ആവും, സ്പിരിച്വൽ വേൾഡിലോട്ട് പോകാനുള്ള അവസരം കിട്ടുന്നു. ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ ഇത് പറയുന്നുണ്ട്, എതിർച്ഛയാ മത് കഥാദശു എന്നാ പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ആക്സിഡന്റലി എൻ്റെ കഥ കേൾക്കുമ്പോൾ മത് കഥാദു ജാത ശ്രദ്ധസ്തു യപ്പുമ, ഉടനെ തന്നെ ശ്രദ്ധ ജാഗരൂകനാവും. ജനിച്ചപ്പോഴേ ഉള്ള ശ്രദ്ധയാണ് അത് വീണ്ടും ഉദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ പറഞ്ഞേക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഭഗവാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് ഇത് പറഞ്ഞേക്കുന്നത് ഭഗവാൻ അവസാനം ഉദ്ധവന് കൊടുക്കുന്ന, ഗീതയിൽ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണിത്. ഞാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞേക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജാതശ്രദ്ധ, ആ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള മെമ്മറി വരികയും അങ്ങനെ ഭൗതികതയിൽ നിന്നും വിരക്തനാവുകയും ആത്മീയതയിൽ അറ്റാച്ച് ആവുകയും ചെയ്യും വ്യക്തിക്ക്. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു തന്റെ ഡിവോഷണൽ സർവീസിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും സ്മരിക്കേണ്ട ആവശ്യമുണ്ട് ഭക്തിയുത സേവനത്തിന്റെ ഇമ്പോർട്ടൻസ്. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സൗകര്യത്തിലിരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഈ കേൾക്കുന്നത് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. നമ്മൾ വേറെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് കാരണം നമുക്ക് ഭഗവാന്റെ കഥ അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നതിനുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ഡെയിലി ഇത് ചെയ്യുമ്പോൾ ഒരു ദിവസം തീർച്ചയായിട്ടും ചൈതന്യമാവ് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണാവബോധം ഉണരും. കൃഷ്ണാവബോധം ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശ്രവണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ വളരെ സ്ലോയിലി ഈ ഡിവോഷണൽ സർവീസിന്റെ ഗ്ലോറീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 മിനിറ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇന്നലെ എനിക്കൊരു അത്ഭുതം നടന്നു, അതെനിക്കൊന്ന് പറയണമെന്നുണ്ട്.
പറഞ്ഞോട്ടെ പ്രഭു.